ഹായ് ഗൈസ്, മാർക്കറ്റ് മേഷുവിൻ്റെ ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമുക്ക് നമ്മുടെ നിഫ്റ്റിയിൽ നിന്ന് തന്നെ നമ്മുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നിഫ്റ്റി ഇന്ന് തന്നിരിക്കുന്നത് ഒരു ഡോജി ക്യാൻഡിലാണ്. ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ബോഡിയും ലോങ്ങർ വിക്സും ഉള്ള ക്യാൻഡിലിനെയാണ് നമ്മൾ ഡോജി എന്ന് പറയുന്നത്. ഈ ഡോജി ക്യാൻഡിൽസ് വിത്ത് ഹൈ വോളിയം അറ്റ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് ഒരു റിവേഴ്സലിനെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡോജിക്ക് ഹൈ വോളിയമാണ്, ഇന്നലത്തെ ക്യാൻഡിലേക്കാളും ഹയർ വോളിയം ഉണ്ട് ഡോജിയിൽ. പിന്നെ അത് റെസിസ്റ്റൻസ് ലെവലിലാണ്. അപ്പോൾ ഇതൊരു റിവേഴ്സൽ ട്രേഡിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു റിവേഴ്സലിനെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ റിവേഴ്സൽ എപ്പോഴാണ് വാലിഡ് ആവുന്നത്? ഈ റിവേഴ്സൽ വാലിഡ് ആവുന്നത് ഈ ഡോജിന്റെ ലോ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ്, റൈറ്റ്? ഈ ഡോജിന്റെ ലോ ബ്രേക്ക്ഔട്ട് ചെയ്ത് ഒരു നല്ലൊരു ക്യാൻഡിൽ ഇതിന്റെ അടിയിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ റിവേഴ്സൽ വാലിഡ് ആവുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ കൂടെ അഥവാ നാളെ ഒരു ബ്രേക്ക് ഡൗൺ വന്നാലും നമ്മുടെ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഹയർ ഹൈ ഹയർ ലോ സ്ട്രക്ചറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് എത്രത്തോളം കാലം നിഫ്റ്റി ബെയറിഷ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കൊരു ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൽ ബ്രേക്ക് ഔട്ടും കിട്ടിയിട്ട് അതൊരു ബുള്ളിഷ് സൈൻ ആണ്. പക്ഷെ നാളെ ഇതിന് ജസ്റ്റ് ഒന്ന് ചെറിയൊരു വിക്ക് താഴത്തേക്ക് വന്നിട്ട് മുകളിൽ ക്ലോസ് ചെയ്ത് മറ്റന്നാൾ ബ്രേക്ക് ഔട്ട് വന്നാൽ വളരെയധികം ബുള്ളിഷ് ആണ് നിഫ്റ്റി. കാരണം നമുക്കൊരു കൺഫർമേഷൻ കിട്ടിയില്ല. അതുപോലെ തന്നെ നാളെ ചെറിയൊരു ഗ്യാപ് ഡൗൺ വന്നിട്ട് വീണ്ടും ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് വന്നാൽ വീണ്ടും നിഫ്റ്റി ബുള്ളിഷ് ആണ്, ബെയറിഷ് അല്ല. ഇതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. പക്ഷെ ഈ ഒരു ക്യാൻഡിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, നമ്മളൊന്ന് വാച്ച് ചെയ്യുക. ക്യാൻഡിലിന്റെ താഴെ മുകളിൽ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വരുന്നത്, അതനുസരിച്ച് വേണം നമ്മൾ കൂടുതൽ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് നിഫ്റ്റി. നമുക്കിനി CNX മിഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സിലേക്ക് പോവാം. ഓക്കെ, CNX മിഡ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ഞാൻ ഇതിലും മുന്നത്തെ വീഡിയോസിൽ പറയുകയുണ്ടായി, എക്സ്ട്രീംലി സ്ട്രോങ് ആസ് കമ്പയർ ടു നിഫ്റ്റി. ഈ റെസിസ്റ്റൻസ് ഒന്നുമല്ല എന്ന രീതിയിലാണ് ഇവർ പോകുന്നത്. പക്ഷേ ഈ ഒരു സ്ട്രെയിറ്റ് അപ്പ് മൂവ് എന്ന് പറയുന്നത് ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ഒബ്വിയസ്ലി ഇവിടെ ബ്രേക്ക് അവേ ഗ്യാപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ നല്ലൊരു സൈനാണ്. ഇതൊന്നും കൂടെ ഒന്ന് മുകളിൽ പോയിട്ട് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്യായിരിക്കും ബെസ്റ്റ്. കാരണം എങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ ഈ താഴെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട്, ഈ താഴെ ഉള്ള ലെവലിൽ നിന്നൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ഒരുപാട് പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. ഇനി ഈ ഒരു പ്രോഫിറ്റ്സ് നമ്മൾ സംരക്ഷിക്കാൻ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെയൊക്കെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും റിവേഴ്സിൽ വരാമെന്നുള്ള അവസ്ഥയിലാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിഫ്റ്റി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് 400 ഇൻഡെക്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ട്രേഡ് എടുക്കാൻ ഒരിക്കലും പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പൊക്കെ ഒന്നും ഫില്ലാവാതെ, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫില്ലായാലും ബാക്കി 2 ഗ്യാപ്പൊക്കെ ഫില്ലാവാതെ ഈ ഗ്യാപ്പൊക്കെ തട്ടി സപ്പോർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ കുറച്ച് കൺസോൾട്ടേഷൻ ശേഷം ബ്രേക്ക് ഔട്ട് തരുവാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുള്ളിഷ് ആയിരിക്കും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് 400. പക്ഷേ ഇത് ആസ് ഓഫ് നൗ ട്രേഡേഴ്സിന് വളരെ നല്ലൊരു സമയമായിരുന്നു ഈ ലോ മുതൽ ഇവിടം വരെ. കാരണം വളരെയധികം നല്ല ബ്രേക്ക് ഔട്ട്സ് വർക്ക് ചെയ്തു, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കി, അറ്റ്ലീസ്റ്റ് പ്രൊഫഷണൽസ് നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട സമയമാണ്, കൂടുതൽ ന്യൂ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട സമയമല്ല. ഒബ്വിയസ്ലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, പക്ഷേ നമ്മൾ റിസ്ക് കുറച്ചും കൂടെ ചെറിയ രീതിയിൽ കുറച്ചെടുക്കണം. കാരണം ഇവിടെ ഈ ഒരു ലെവലിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ വിൻ റേറ്റ് കുറയാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അപ്പോൾ 10 എടുത്താൽ 2-3 ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നമ്മൾ മെല്ലെ ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പൊസിഷൻ സൈസ് കുറച്ച് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും കൂടെ ട്രേഡേ ചെയ്യാതിരിക്കുക. ബാക്കിയുള്ള പൊസിഷൻസ് നമ്മൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മാർക്കറ്റിന്റെ ബ്രെഡ്ത്ത് അനാലിസിസിലേക്ക് പോവാം. ബ്രെഡ്ത്ത് അനാലിസിസ് ടോക്സ് അബൌട്ട് 20 EMA നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80% തത്തിയിട്ടുണ്ട്. ഇത് പ്യുവർ ഓവർബോട്ട് സോൺ ആണ്. ഈ പ്യുവർ ഓവർബോട്ട് സോണിൽ നിന്ന് ഇവിടുന്ന് ഈ ഒരു ഏരിയയിലൊക്കെ അടുത്ത ഒരാഴ്ച നമുക്ക് ഇതിന്റെ പ്രൈസ് ആക്ഷൻ നോക്കിയിരിക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഞാൻ അതാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഞാൻ അടുത്ത ഒരാഴ്ച മിക്കവാറും പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് വരുന്നത്, ഇനി എങ്ങനെയാണ് ഇവിടുന്ന് നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് സ്റ്റോക്സ് അബൌട്ട് 20 EMA റിയാക്ട് ചെയ്യുന്നത് മാത്രമേ നോക്കുള്ളൂ. ബാക്കി എൻ്റെ കയ്യിലുള്ള ഹോൾഡിങ്സ് ഞാൻ ഹോൾഡ് ചെയ്യാനും ശ്രമിക്കും. ഒബ്വിയസ്ലി നല്ല സെറ്റപ്സും കാര്യങ്ങളൊക്കെ വന്നാൽ ട്രേഡ് എടുക്കും, പക്ഷേ വിത്ത് വെരി ലെസ് റിസ്ക്. നമ്മൾ സാധാരണ എടുക്കുന്ന റിസ്കിനേക്കാളും കുറവ് റിസ്കിലേ മാത്രമേ ട്രേഡ് എടുക്കുള്ളൂ. കാരണം ഞാൻ മുന്നേ പറഞ്ഞു, ഇവിടെ നിന്ന് ഒരു റിവേഴ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വിൻ റേറ്റ് വളരെയധികം കുറയും. 10 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ 1-2 ഒക്കെ ചിലപ്പോൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു മെന്റൽ ക്യാപിറ്റൽ അപ്പോൾ ഒരു 7-8 നമ്മൾ ലോസ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെന്റൽ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ
നമുക്ക് തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല. ചിലവർ വളരെ ഈസി ആയിട്ട് തിരിച്ചു വന്ന് വീണ്ടും നല്ല മാർക്കറ്റ് എത്തുമ്പോൾ വീണ്ടും ട്രേഡ് എടുത്ത് കാശ് ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ ചിലവരുടെ മെൻ്റലി ചിലപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിപ്പോവും. ഇതൊക്കെ ബൈ ടൈം ആസ് എ ട്രേഡർ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ റൈറ്റ് നൗ കുറച്ച് ബി കോഷ്യസ് ആണ്. പക്ഷേ മാർക്കറ്റ് എക്സ്ട്രീംലി സ്ട്രോങ് ആണ്. പക്ഷേ ബി കോഷ്യസ്, കാരണം ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങും കാര്യങ്ങളും വരാനുള്ള ചാൻസസ് ആർ ദർ. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേയ്സ് അനാലിസിസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനാലിസിസ് വളരെ ഉപകാരപ്രദമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങളുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആർക്കെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് ഓർ ഷോർട്ട് ടൈം സ്വിംഗ് ട്രേഡിങ്ങിൽ താല്പര്യമുണ്ടെന്നെങ്കിൽ ദയവായി ഈ ചാനൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. So thank you. Happy trading, happy investing.